ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ള ബിർഗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിലാണ്. ഇവിടുന്ന് രാവിലെ തന്നെ പൊക്ര കാഠ്മണ്ഡു പോകുന്നതിനൊക്കെ വണ്ടികൾ ഒരുപാട് റെഡിയാണ്. ഈ നേരെ കാണുന്ന വഴി, ഈ വരുന്ന വഴി ബീഹാറിലെ റെക്സോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേപ്പാളിൻ്റെ അതിർത്തിയിൽ വന്നിട്ട് ഈ ബിർഗഞ്ച് ടൗണിലേക്ക് വരുന്ന വഴിയാണ്. നമ്മൾ റെക്സോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടുക് ടുക് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി കിട്ടും. ബോർഡറിൽ കൊണ്ടുവന്നാക്കി തരും അവർ. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ കൊണ്ടുവന്നാക്കി തരും. അവിടെ നിന്ന് നമുക്ക് ബോർഡറിൽ നിന്ന് ഈ ബിർഗഞ്ച് സ്റ്റേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിർഗഞ്ച് ടൗണിലേക്ക് വരും. ബിർഗഞ്ച് ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓഫീസുകളുണ്ട്, ഒത്തിരി ഓഫീസുകളുണ്ട്. അവിടെ നമ്മൾ ഏജൻറ്റുമാർ ഒരുപാട് വിളിക്കും. അവർ ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നത്, ഈ ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്നത് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടുക് ടുക്കിലും ഓട്ടോറിക്ഷയിലൊക്കെ വന്നിറങ്ങുന്ന ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വണ്ടി വരുമ്പോൾ അവരുടെ പിന്നാലെ ഓടിപ്പോയിട്ട് അവർ ക്യാൻവാസ് ചെയ്ത് പിടിക്കുകയാണ് ഈ ടുക് ടുക്കിലൊക്കെ വരുന്ന ആൾക്കാരെ. അപ്പോൾ അങ്ങനെ ക്യാൻവാസ് ചെയ്തിട്ട് ഇവിടെ കിടക്കുന്ന ഈ വണ്ടികൾ, ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്, ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതുതന്നെ പുത്തൻ വാഹനങ്ങളാണ്. ഒരുപാട് കമ്പനികളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടുന്ന് സർവീസ് നടക്കുന്നുണ്ട്. സോക്കോൺ, ഇവിടെ ഒരു DFSK എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി കിടക്കണു. പണ്ടൊക്കെ ടാറ്റ സുമയാണ് കൂടുതൽ ഇവിടുന്ന് സർവീസ് നടത്തിയിരുന്നത്. ഇപ്പോൾ ടാറ്റ സുമയിലൊന്നും അധികം ആൾക്കാർ പോകണില്ല. അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ടാറ്റ സുമ ചൂസ് ചെയ്യരുത്. കാരണം ഈ ഇവിടുന്ന് പോകുന്ന വണ്ടികൾ, കാഠ്മണ്ഡുവൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ഈ ചെറിയ വണ്ടികൾ ബസ് പോകുന്ന റൂട്ടിലല്ല പോണത്. അത് ഹൈ റേഞ്ചിൽ കൂടെയാണ്, നല്ല ഘാട്ട് റോഡാണ്, ഓഫ് റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ടാറ്റ സുമയുടെ യാത്ര അത്രയും നമുക്ക് സേഫല്ല, അത്രയും സുഖമല്ല. ഏറ്റവും നല്ലത് ഇലക്ട്രിക് വാഹനങ്ങൾ. അത് 12 സീറ്റ്, 15 സീറ്റ്, 20 സീറ്റൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ എത്താം. ഏകദേശം പൊക്രയിലേക്ക് അത്രയും ദൂരം തന്നെയാണ്. ഒരുപാട് ഓഫീസുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൂരജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മണി ഒരു 600 രൂപ എടുത്തു കഴിഞ്ഞാൽ കാഠ്മണ്ഡുവിലേക്ക് പോവാം. ബസ്സിനാവുമ്പോൾ അത് കാശ് കൂടുതലാണ്. ബസ് പോകുന്നത് കുറച്ചുകൂടെ ഹൈവേ, കുറച്ചുകൂടെ നല്ല വഴിയിൽ കൂടെയാണ്. ഈ ഹൈ റേഞ്ച് കയറാനായിട്ട് ബസ്സുകൾക്ക് എളുപ്പമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ അവർ നല്ല വഴിക്കൂടെ പോകും. അപ്പോൾ അതിന് കാശ് കൂടുതലുണ്ട്. ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നല്ല സ്പീഡാണ് കേട്ടോ. ഞാൻ പോയത് ഇലക്ട്രിക് വാഹനത്തിലാണ്. നല്ല സ്പീഡാണ്. അവർ 5-5.5 മണിക്കൂർ കൊണ്ട് കാഠ്മണ്ഡു ചെല്ലും. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റെക്സോൾ സ്റ്റേഷനിൽ വരണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ ഗോരഖ്പൂർ ആണെങ്കിലും സുനോളി ബോർഡറിലേക്കാണ് വരുന്നതെങ്കിലും വണ്ടിക്കാർ വന്നിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നേരത്തെ കൂട്ടി വണ്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് വരാം. പക്ഷേ 2 പേരോ 3 പേരൊക്കെ വരുമ്പോൾ ഈ ഏജൻറ്റുമാർ വന്നിട്ട് നമ്മളെ ചുറ്റും നിന്നിട്ട് ആ വണ്ടി തരാം, ഈ വണ്ടി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവും, ഭയപ്പെട്ടു പോകും ചിലപ്പോൾ. കാരണം ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെയാണ്. ഒക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ. പക്ഷെ കാണുമ്പോൾ നമുക്ക് ഇവർ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. പക്ഷെ എല്ലാവരും നല്ല മനുഷ്യരാണ്. ഈ വണ്ടികളൊക്കെ അങ്ങോട്ട് കിടക്കണതാ. ഈ വണ്ടികളൊക്കെ ഇത് 20 സീറ്റിൻ്റെ വണ്ടിയാണെന്നുള്ളത്. 20 സീറ്റിൻ്റെ വണ്ടി ഏതാ കമ്പനി എന്നറിയില്ല. ये गाड़ी काठमांडू जाना है, नारायणघाट। नहीं, मैं पोखरा से आया था। अभी 10:15 ट्रेन में हावड़ा से कलकत्ता वीडियो बना रहे हैं. അപ്പോൾ അവരെങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കണമെന്ന് ചോദിക്കണേ. അവർക്ക് डाउट होता है. ओ भैया, पोखरा जाने के लिए कितना है? ठीक है सर. इंडियन मनी 425. काठमांडू जाने के लिए? काठमांडू वाला बताएगा.
ഓക്കെ ഓക്കെ. 1000 ഇന്ത്യൻ മണി കൊടുത്തു കഴിഞ്ഞാൽ, സോറി, 1000 നേപ്പാൾ മണി കൊടുത്തു കഴിഞ്ഞാൽ പൊക്രയിലേക്ക് പോവാം. ഇതാണ് ഞാൻ താമസിക്കുന്ന ലോഡ്ജ്. ഹോട്ടൽ ശിവ. ഇവിടെ 1000 രൂപയാണ് ഒരു ദിവസത്തേക്ക് AC റൂം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റൂമാണ്. ഈ ടൗണിൽ തന്നെ 1000 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത റൂം കിട്ടുന്നത് കൂടുതലല്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടേക്ക് വന്നത്. ഇവിടുന്ന് ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ നിന്ന് ഞാൻ ഹൗറയിൽ വന്നു. ഹൗറയിൽ വന്നിട്ട് ഇവിടെ ഹൗറ ബ്രിഡ്ജ്, അതുപോലെ തന്നെ വിക്ടോറിയ പാലസ്, മദർ തെരേസയുടെ ആശ്രമം, അവിടുത്തെ കബറിടത്തിലൊക്കെ പോയി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത്. ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഇതൊരു സോളോ ട്രിപ്പാണ്. നല്ലൊരു എക്സ്പീരിയൻസാണ്. പക്ഷെ ചെറിയൊരു റിസ്ക് ഉണ്ട് ഒറ്റയ്ക്ക് വരുമ്പോൾ. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ 95 39 61 90 06 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എൻ്റെ പേര് ജോയ് എന്നാണ്. വീട് ചാലക്കുടിയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്തൊരു ഇൻഫോർമേഷൻ വീഡിയോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ.